let me invite our church vicar, Reverend Geevarghese Thomas, for his presidential address. നമ്മുടെ ചീഫ് ഗസ്റ്റ് ഏറ്റവും പ്രിയങ്കരനായ ജോൺ വർഗീസ് അച്ഛൻ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കോയരംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വീണ്ടും നമ്മൾ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ ആഘോഷത്തിൽ പങ്കെടുത്ത പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്കൊരവസരം കൂടി തന്നിരിക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം പള്ളിയിൽ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ ഇതൊരു ഫെസ്റ്റിവൽ മാത്രമല്ല, ഇതൊരാഘോഷം മാത്രമല്ല, ഇത് ഏറ്റവും വിലയേറിയ ഒരാരാധന കൂടിയാണ്. അതുകൊണ്ട് ഈ ആരാധനയിൽ നമുക്കെല്ലാവർക്കും ഇന്ന് സംബന്ധിപ്പാൻ ദൈവം ആരോഗ്യം തന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസച്ചനാണ്. ജോസച്ചൻ എൻ്റെ ഒരു അളിയൻ കൂടിയാണ്. അച്ഛനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ക്ഷണിച്ചു. അച്ഛനെ ക്ഷണം സ്വീകരിച്ചു. അച്ഛനെ ബേദലയം ആശ്രമത്തിലാണ് വസിക്കുന്നത്, ചെങ്ങവനാട്. ചെറുപ്രായത്തിൽ തന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ് ബഹുമാനപ്പെട്ട ജോസച്ചൻ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇടവകങ്ങളായ പലർക്കും അച്ഛൻ വേണ്ടപ്പെട്ടതാണ്. നമ്മുടെ ട്രസ്റ്റി ജോസ് പാപ്പച്ചൻ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. മാർത്തോമാ സഭയിൽ ഇതുപോലെയുള്ള ഫങ്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഇതര സഭയിലെ അച്ഛന്മാരെ കേൾക്കുവാനായിട്ട് നമ്മൾ വിളിക്കുന്നത്. കാരണം വിശുദ്ധ കുർബാനയിൽ നമുക്കതിനൊരു ചാൻസ് കുറവായതുകൊണ്ട് ഇതര സഭയിലെ അച്ഛന്മാരെ ആദരിക്കുകയും അവരെ കേൾക്കുവാനുള്ള അവസരം ഉപയോഗിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള സന്ദർഭം വരുമ്പോഴാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ മരുമാനച്ഛൻ ജോജി അച്ഛനാണ് നമുക്ക് മുഖ്യ സന്ദേശം നൽകിയത്. അച്ഛനെ എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ ഏറ്റവും സന്തോഷം അച്ഛൻ വന്നതിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ക്രിസ്മസിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് 2-3 ഘടകങ്ങളാണ്. ഒന്ന് കരോൾ ഗാനം. ഇന്ന് കോയറംഗങ്ങൾ നല്ല ഗാനങ്ങളൊക്കെ ആലപിച്ചു. ഇനി തുടർന്ന് നല്ല ഗാനങ്ങളൊക്കെ കേൾക്കും. ഇത് യേശുക്രിസ്തുവിൻ്റെ ജനന സമയം ആട്ടിടയന്മാരെ അറിയിച്ചുകൊണ്ട് ദൈവദൂതന്മാർ പാടിയ പാട്ടാണ് പിൽക്കാലത്ത് കരോൾ ഗാനങ്ങളായി രൂപപ്പെട്ടത്. അതുകൊണ്ട് ആദ്യ കരോൾ സംഘം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനം അറിയിച്ചുകൊണ്ട് ആട്ടിടയന്മാർക്ക് നൽകുന്ന ആ മെസ്സേജാണ് ആദ്യ കരോൾ. പിന്നീട് അത് രൂപം പ്രാപിച്ച് പല രീതിയിൽ, ആധുനികമായ രീതിയിൽ അത് രൂപപ്പെട്ടു. 1181-1226 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ് ഓഫ് അസിസി ഒരു വലിയ ദൈവദാസനായിരുന്നു. ആ ഫ്രാൻസിസ് ഓഫ് അസിസിയാണ് ഈ കരോൾ ഗാനത്തിനും കരോൾ സംഘത്തിനും പുൽക്കൂടിനുമൊക്കെ പുതിയ രൂപഭാവം നൽകിയത്. അതുകൊണ്ട് യേശുവിൻ്റെ ജനനം അറിയിച്ചുകൊണ്ട് പാടിയ കരോൾ ഗാനം 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലാണ് ഇന്നത്തെ കരോൾ ഗാനം രൂപമെടുത്തത്. രണ്ടാമത്തെ ആകർഷണമാണ് പുൽക്കൂട്. കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിൻ്റെ ജനനം പശ്ചാത്തലമാക്കി 1223 ഇറ്റലിയിൽ ഫ്രാൻസിസ് ഓഫ് അസിസി പുനരാരംഭിച്ചതായിട്ടുള്ള ഒരു ഘടകമാണ് പുൽക്കൂട് എന്ന് പറയുന്നത്. അത് എളിമയുടെയും ലാളിത്യത്തിൻ്റെയും അടയാളമാണ്. അതുമാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി പുൽക്കൂടിന് വലിയ ബന്ധമുണ്ട്. പുൽക്കൂടിലെ ആ തളിർപ്പ്, പുൽക്കൂടിലെ മുള്ളുകൾ, അത് കർത്താവിൻ്റെ ക്രൂശുമരണവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ് ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് എന്നുള്ള പാട്ട്. നമ്മുടെ കുട്ടികളിലൂടെ വന്നത് പാടും. ജെയിംസ് ലോട്ട് പിയറൗണ്ട് എന്നുള്ള അമേരിക്കയിലെ ഒരു പിയാനിസ്റ്റാണ് ഈ ജിങ്കിൾ ബെൽസ് എന്നുള്ള പാട്ട് എഴുതിയത്. സാന്താക്ലോസിനെ വരവേൽക്കാൻ വേണ്ടി 1822-1893 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു പാട്ടെഴുതി. അതൊരു സൺഡേ സ്കൂളിന് വേണ്ടിയാണ് ആ പാട്ട് എഴുതിയത്. അതാണ് പിന്നീട് ജിങ്കിൾ ബെൽസ് എന്നുള്ള പാട്ട് നമ്മളിന്ന് പാടി ഹിറ്റായി മാറിയിരിക്കുന്ന പാട്ട്. സാന്ത AD 270-343 കാലഘട്ടത്തിൽ ജീവിച്ച
മിറായിലെ ഒരു ബിഷപ്പായ സെൻറ്റ് നിക്കോളസാണ് ശാന്തയായി രൂപപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ടർക്കിയിലെ അന്റാലിയ എന്നൊരു പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തരാത്രി തിരുരാത്രി, സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ്, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനം പാടുന്നൊരു പാട്ടാണ് സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണിത്. പുരോഹിതനായ ജോസഫ് മൂർ ആണ് 1818 ക്രിസ്മസ് കാലത്താണ് ജർമ്മൻ ഭാഷയിൽ പാതിരാ കുർബാനയ്ക്ക് പാടാനായി ഈ പാട്ട് എഴുതിയത്. 1859 ഇംഗ്ലീഷിലേക്ക് ഈ പാട്ട് സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ് അത് ഭാഷാന്തരം ചെയ്യപ്പെട്ടു. ഇന്ന് ഏതാണ്ട് 300-ലേറെ ഭാഷകളിൽ എഴുതപ്പെട്ട ഹിറ്റ് ഗാനമാണ് ശാന്തരാത്രി തിരുരാത്രി എന്നുള്ള പാട്ട്. എന്നാൽ ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ആകർഷണമാണ് നക്ഷത്രം. നക്ഷത്രം കണ്ടുണ്ടോ? നക്ഷത്രം കണ്ടുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നക്ഷത്രം വെളിച്ചത്തിൻ്റെ മകുടോദാഹരണമാണ്. അത് വഴികാട്ടിയാണ്, പ്രകാശം പരത്തുന്നവയാണ്. വിദ്വാൻമാരെ ഈ നക്ഷത്രമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം വിളിച്ചറിയിക്കുന്നത്. അവരാ നക്ഷത്രം കണ്ട് സന്തോഷിച്ച് അന്വേഷിച്ച് അവർ യാത്ര ചെയ്യുകയാണ്. എന്നാൽ അവർ ഒരു തെറ്റായ സ്ഥലത്താണ് ചെന്ന് കയറിയത്, ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ. ആ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിൻ്റെ ജനനശേഷം ഉണ്ടായ ആദ്യ ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? അപ്പോൾ ഹെരോദാവ് പറയുന്നുണ്ട്, ഇവിടെയല്ല, നിങ്ങൾ പോയി അന്വേഷിച്ച് ഇവിടെ വന്ന് വിവരം പറഞ്ഞാൽ ഞാൻ ആരാധിക്കാം. എന്നാൽ ഹെരോദാവിൻ്റെ ആരാധന വ്യാജ ആരാധനയാണ്. ഇന്ന് വ്യാജ ആരാധനയുടെയും വ്യക്തി ആരാധനകളുടെയും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന്, മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യാജാരാധന മാറിപ്പോകണം. ഹെരോദാവിൻ്റെ ആരാധന മാറിപ്പോയെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കത്തുള്ളൂ. അവർ പിന്നെയും യാത്ര ചെയ്ത് പുൽക്കൂട്ടിൽ ചെന്ന് യേശുവിനെ കണ്ട് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ആ കാഴ്ചവെച്ച ശേഷം പിന്നെ ആ നക്ഷത്രം എവിടെ പോയി? നക്ഷത്രം അപ്രത്യക്ഷമായി. ഇതൾ വിരിയിച്ച ശേഷം വസന്തം വിടവാങ്ങി എന്നൊരു വാക്യം മലയാളത്തിലുണ്ട്. ഇതൾ വിരിയിച്ച ശേഷം വസന്തം വിടവാങ്ങി. നമ്മളെല്ലാവരും ഒരു നക്ഷത്രമായി തീരുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് വഴികാട്ടുന്ന, യേശുവിലേക്ക് വഴികാട്ടുന്ന, സൽബോധങ്ങൾ വഴികാട്ടുന്നതായിട്ടുള്ള ഓരോ ചെറിയ നക്ഷത്രങ്ങളായി, ഓരോ സ്റ്റാറുകളായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതുമാത്രമല്ല, നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറുവാനും സാധിക്കണം. അതാണ് നക്ഷത്രം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം മനോരമയിൽ 2 വാർത്തകൾ വന്നു. ഒന്ന്, ദൈവത്തിൻ്റെ കൈവപ്പ് പതിഞ്ഞ ഒരു പ്രവൃത്തി. അത് മനോരമയിൽ പത്രലേഖകർ പ്രത്യേക ആർട്ടിക്കിളായി എഴുതിയിട്ടുണ്ട്. കൊച്ചി ഉദയംപേരിൽ നടന്ന ഒരു ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണത്തോട് മല്ലടിച്ച യുവാവിന് നടുറോഡിൽ മൊബൈൽ വെളിച്ചത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി ജീവൻ തിരികെ പിടിച്ച ഡോക്ടർമാരെ അഭിനന്ദിച്ച് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണത്. അതിൻ്റെ പേര് ദൈവത്തിൻ്റെ കൈവപ്പ് പതിഞ്ഞ പ്രവൃത്തി എന്നാണ്. എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടേഴ്സായ തോമസ് പീറ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിയ തോമസ് പീറ്റർ, കോട്ടയത്ത് ഹോസ്പിറ്റലിലെ പ്രസിദ്ധനായ ഡോക്ടർ ഡി മനൂപ് എന്നിവർ യാത്ര ചെയ്തപ്പോൾ, ആദ്യം പേര് പറഞ്ഞ 2 പേര് പള്ളിയിലേക്ക് പോകുന്ന യാത്രയിലാണ് രക്തം വാർന്ന് വഴിയരിൽ കിടന്ന 2 പേരെ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ ഓർക്കണം, രക്തം വാർന്ന വഴിയരികിൽ പ്രാണന് വേണ്ടി പിടയുന്നവൻ്റെ ഫോട്ടോ മൊബൈലിലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കുടുംബാംഗങ്ങളെ കാണിച്ച് ആഘോഷിക്കുന്നതായിട്ടുള്ള കഠിനഹൃദയരുടെയും ക്രൗര്യഹൃദയരുടെയും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരണരംഗം മൊബൈലിൽ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആസ്വദിക്കുന്ന ക്രൂരരായിട്ടുള്ള, മനുഷ്യത്വം മരവിച്ചതായിട്ടുള്ള മനുഷ്യരുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഡോക്ടർമാർ ഇന്ന് വളരെ മാതൃകയാണ് എന്നുള്ളത് ഓർക്കണം. അവരവിടെ വെച്ച് തന്നെ തീരുമാനിച്ച് ഒരു ശസ്ത്രക്രിയ നടത്തണം. അവർ അടുത്ത് നിന്ന പോലീസുകാരോട് പറഞ്ഞു, ഒരു ബ്ലേഡും അതുപോലെ തന്നെ സ്ട്രോയും കൊണ്ടുവരാൻ പറഞ്ഞു. അത് വെച്ച് അതിൻ്റെയുള്ള സംവിധാനങ്ങളൊക്കെ നടത്തി അടിയന്തരമായ ശസ്ത്രക്രിയ നടത്തി അവരെ ആംബുലൻസിൽ
സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. മൊബൈൽ വെളിച്ചത്തിലാണ് ചെയ്തത്, റോഡിൽ മൊബൈൽ വെളിച്ചത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്. കരുണ പറ്റിപ്പോകാത്ത നക്ഷത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ 3 നക്ഷത്രങ്ങളെക്കുറിച്ച് ഇന്ന് മനോരമയിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വിശദമായി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. രണ്ടാമത്തെ വാർത്തയാണ്, ഉയിരായ മകനെ നീ പലരിൽ വാഴുക. ഉയിരായ മകനെ നീ പലരിൽ വാഴുക. ഒരമ്മയുടെ വർത്തമാനമാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഷിബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മസ്തിഷ്ക മരണം ബാധിച്ച് മരണപ്പെട്ടു. ആ അമ്മ തീരുമാനിച്ചു, ഇവൻ്റെ ബോഡി, ഇവൻ്റെ അവയവങ്ങൾ മണ്ണിന് കൊടുക്കാതെ ഇത് 6-7 പേർക്ക്, അവർക്ക് ആ മരണത്തോട് മല്ലടിക്കുന്ന ആളുകൾക്ക് ദാനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിലൊരു നേപ്പാളി ഉൾപ്പെടെയുള്ള ആ 7 പേർക്ക് അവൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. അതിനമ്മ പറയുകയാണ്, ഉയിരായ മകനെ, എനിക്ക് ഏക ആശ്രയമായ മകനെ, നീ മരിച്ചു പോയെങ്കിലും പലരിലൂടെ നീ വാഴുക. ആ അമ്മ നമ്മുടെ ജില്ലക്കാരിയാണ്. ആ അമ്മ ഒരു നക്ഷത്രമായി തീർന്നു. അതാണെന്ന് പത്രത്തിൽ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത. വീട്ടിൽ പോയി വായിക്കണം. ഈ ക്രിസ്മസ് കാലം കരുണ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ അളമ്പലിൽ നമ്മളെല്ലാവരും സന്തോഷപൂർവ്വമായി ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇത് എത്ര നാൾ തുടരുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കേരളത്തിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷത്തിന് വിരാമം ഇത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ സ്ഥലത്ത് പോലും. എന്നാൽ നമുക്ക് ലഭിക്കുന്ന അവസരം ഈ ആരാധനയിൽ പൂർണ്ണമായി പങ്കെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓരോ നക്ഷത്രങ്ങളായി എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന, മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുന്ന വെളിച്ചങ്ങളായി തീരുവാൻ നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാമെല്ലാം ഏറ്റവും വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.